Good morning, my dear children. How are you? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഫൈൻ. ആദികേശവ്, ദേവി കൃഷ്ണ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. ആദിത്യ, ഓക്കെ. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വേറെ എന്തെങ്കിലും ടീച്ചറിനോട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാനുണ്ടോ? ഉണ്ടല്ലേ, ടീച്ചറിനോട് വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഗൂഗിൾ മീറ്റില് അത് ടീച്ചറെ കേൾക്കാം കേട്ടോ. അവിടെ നമുക്ക് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറയാം. ടീച്ചറിന്റെ വിശേഷങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോടൊപ്പം ഷെയർ ചെയ്യാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ടീച്ചറിന് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ടീച്ചറിന് അത് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റില് വിശേഷങ്ങൾ പറയാം. നമുക്ക് ഇപ്പൊ ക്ലാസ്സുകൾ തുടങ്ങാം. നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന സബ്ജക്റ്റ് മലയാളമാണ്. എന്ത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? മലയാളം. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടല്ലേ? അത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ് ടീച്ചർ പറയാൻ പോകുന്നത്? എന്താണെന്ന് അറിയാല്ലേ? എന്താണ് പറയാൻ പോകുന്നത്? ഇന്നത്തെ ഡേറ്റ് എന്താണ്? ദിവസം എന്താണ്? ഏത് സബ്ജക്റ്റ് ആണ്? ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഇതല്ലേ അറിയാനിരിക്കുന്നേ? ഓക്കെ, ടീച്ചർ പറയാം കേട്ടോ. എന്താ ഡേറ്റ്? 16/6/2021. Which day is today? Today is Wednesday. ഈ വെനസ്ഡേ എന്ന് പറയുന്നതിന് മുന്നേ ടീച്ചറെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മള് how many days are there in a week? There are 7 days in a week. What are they? They are Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. അതുപോലെ തന്നെ നമുക്ക് മലയാളം ക്ലാസ് അല്ലേ? നമുക്ക് മലയാളത്തിലും കൂടെ ഇത് അറിയണ്ടേ എല്ലാവർക്കും? ഇംഗ്ലീഷിൽ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. അപ്പൊ നമുക്ക് മലയാളത്തിലും കൂടെ ഡേയ്സ് അറിയണം. എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും ടീച്ചർ ഒന്ന് പറയാം. എന്താണെന്ന് നോക്കിയോളൂ. എന്താണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി? നമ്മൾ കുറെ ദിവസം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് നല്ല മനപ്പാഠമാവും കേട്ടോ. അപ്പം വെനസ്ഡേ ആണ് ഈ സബ്ജക്ട്. മലയാളം ഗീത ടീച്ചർ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഫസ്റ്റിലുള്ള മക്കളാണ് അല്ലേ? എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് ടെക്സ്റ്റ് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് വാങ്ങിച്ചല്ലോ അല്ലേ? വാങ്ങിയോ? എല്ലാരും വാങ്ങിച്ചല്ലേ? സാവൻ, ആദിത്യ, പ്രയാഗ് എല്ലാരും ടെക്സ്റ്റ് വായിച്ചല്ലോ അല്ലേ? മയൂഖ ടെക്സ്റ്റ് വാങ്ങിച്ചോ? ഓക്കെ, എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി. ഇനി നമ്മളെ ടെക്സ്റ്റ് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. എന്താണ് നമ്മുടെ ടെക്സ്റ്റിന്റെ പേര്? ഇതാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് അല്ലെ? പുതിയ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിന്റെ പേരെന്താണ്? ഒരു ഹെഡിങ് കൊടുത്തിട്ട് എന്താണ്? മധുമൊഴി. എന്താണ്? മധുമൊഴി. മധു എന്ന് പറഞ്ഞാൽ എന്താണ്? മധു, തേൻ. മൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്. എല്ലാം എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മധുമൊഴി അത്രയ്ക്ക് നല്ല. ആ മധുമൊഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം നല്ല ടെക്സ്റ്റ് ലെസൺസ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. നല്ല തേന് പോലെ മധുമൊഴി, നല്ല വാക്ക്, നല്ല സംസാരം, നല്ല മധുമൊഴി, നല്ല വാക്ക്. അതാണ് ഇത് പറയുന്നത് മധുമൊഴി. എന്താണ് ഇപ്പൊ ടെക്സ്റ്റിന്റെ പേര്? മധുമൊഴി. ഇതില് ഇനി ആദ്യത്തെ ലെസൺ നമുക്ക് എന്താണ്? ഒന്നാമത്തെ ലെസൺ തുടങ്ങുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ് ഒന്നാമത്തെ ലെസൺ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നോക്കിയാൽ അറിയാം. എന്റെ അമ്മ എന്ന് പറയുന്ന ലെസണാണ്. പക്ഷെ അതിനു മുന്നേ ടീച്ചർ ഒരു പ്രയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ടീച്ചർ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഒരു പ്രയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന അല്ലേ? നമ്മൾ രാവിലെയൊക്കെ സ്കൂളിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രയർ സോങ് ഒക്കെ പാടൂലേ? ആ പ്രയർ, അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ആദ്യം ടീച്ചർ ഈ ടെക്സ്റ്റില് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി അതിന്റെ വേർഡ്സ് ഒന്നും നിങ്ങൾ കാണാതെ എഴുതുകയോ പഠിക്കുകയോ ഒന്നും വേണ്ട. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സോങ് കാണാതെ പഠിക്കാം. അത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങളത് മെമ്മറിയിൽ വെച്ചിരിക്കണം. ടീച്ചർ ഒരു പ്രയർ സോങ് പാടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പാടാൻ പറ്റും. ഓക്കെ, അപ്പൊ ടീച്ചർ ടെക്സ്റ്റ് നോക്കി വായിക്കട്ടെ. ഓക്കെ, അപ്പൊ ടീച്ചർ ടെക്സ്റ്റ് നോക്കി വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ഓക്കെ, നോക്കൂ, ടീച്ചർ വായിക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കൈ തൊഴാം ദൈവമേ. എന്താണ് ലെസന്റെ പേര്? ലെസൺ അല്ല, ഇതൊരു പ്രയർ സോങ് ആണ്. കൈ തൊഴാം ദൈവമേ. അതിന് ടീച്ചർ അത് കഴിഞ്ഞിട്ട് ലൈൻസ് വായിക്കാം. ആദ്യം ടീച്ചർ ഒന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ടീച്ചർ മീനിങ്സ് ഒക്കെ പറഞ്ഞുതരാം. നോക്കൂ. കൈ തൊഴാം ദൈവമേ, കൈ തൊഴാം ദൈവമേ, കാത്തരുളിയിടുക ഞങ്ങളെ നീ, അറിവിൻ വെളിച്ചം കനിഞ്ഞു നൽകേണമേ, വിനയവും കരുണയും നൽകിയിടണേ. ഒന്നുകൂടെ ടീച്ചർ വായിക്കാം.
കൈത്തൊഴാം ദൈവമേ കൈത്തൊഴാം ദൈവമേ കാത്തരുളിയിടുക കാത്തരുളിയിടുക ഞങ്ങളെ നീ അറിവിൻ വെളിച്ചം കനിഞ്ഞു നൽകേണമേ വിനയവും കരുണയും നൽകിയിടണേ. ഇനി ടീച്ചറിന്റെ അർത്ഥം പറയട്ടെ. കൈത്തൊഴാം ദൈവമേ അല്ലെ, നമ്മൾ എപ്പോഴും ദൈവം ഈശ്വരനെ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കാറുണ്ട്, 2 കൈകൂപ്പി പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് കൈത്തൊഴാം ദൈവമേ, ഞങ്ങൾ അങ്ങേ തൊഴാം പ്രാർത്ഥിക്കാം. കാത്തരുളിയിടുക ഞങ്ങളെ എന്താണ് സംരക്ഷിക്കുക, കാത്തരുളിയിടുക ഞങ്ങളെ നീ ഭഗവാൻ ഈശ്വരൻ ദൈവമേ ഞങ്ങളെ നീ എപ്പോഴും കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. നീ അറിവിൻ വെളിച്ചം കനിഞ്ഞു നൽകണമേ, ഞങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം, അതായത് ബുദ്ധി ശക്തി എല്ലാ അറിവും നമുക്ക് നൽകണമേ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. വിനയവും കരുണയും നൽകിയിടണമേ. വിനയം, നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കാനുള്ള ഇത് ഞങ്ങൾക്ക് ആ ഒരു ഇത് തരണമേ. കരുണ, ഞങ്ങൾ ദയുണ്ടാകണമേ. ഇതൊക്കെ കുട്ടികൾ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് അറിവിൻ വെളിച്ചം കനിഞ്ഞു നൽകണമേ, വിനയവും കരുണയും നൽകിയിടണേ. അടുത്ത ലൈൻസ് നോക്കൂ. നല്ല കാര്യങ്ങൾ മനസ്സിൽ വളരുവാൻ കനിവ് തോന്നിയിടണേ കാത്തിടേണേ. കൈത്തൊഴാം ദൈവമേ കൈത്തൊഴാം ദൈവമേ കാത്തരുളിയിടുക ഞങ്ങളെ നീ. നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വളരുവാൻ, ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ മനസ്സിലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കൈത്തൊഴാം ദൈവമേ കൈത്തൊഴാം ദൈവമേ കാത്തരുളിയിടുക ഞങ്ങളെ നീ. ഞങ്ങളെ ദൈവമേ അല്ലയോ ദൈവമേ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ കുട്ടികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലെസൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രയർ സോങ് ആണ്. ഇത് എഴുതിയിരിക്കുന്നത് സുധാദേവി എന്ന് പറയുന്ന ഒരു കവയിത്രിയാണ്, സുധാദേവി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച അത് പോയി മനസ്സിലായല്ലോ. ആ പ്രാർത്ഥന ടീച്ചർ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തരാം, അതിന്റെ മീനിങ്സ് ഒന്ന് പറഞ്ഞുതരാം. കുട്ടികള് നമ്മളെ കുഞ്ഞുമക്കളാണ്. ആ കുഞ്ഞുമക്കൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കൈത്തൊഴാം ദൈവമേ കൈത്തൊഴാം ദൈവമേ കാത്തരുളിടുക നമ്മളെ, എന്താണ് നമ്മളെയൊക്കെ കാത്ത് സംരക്ഷിക്കുക, നമുക്ക് നല്ല ബുദ്ധി തരണം, നമ്മുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ ഉണ്ടാവണം, പിന്നെന്താണ് നമുക്ക് വിനയം ഉണ്ടാകണം, നമുക്ക് കരുണ വേണം. ഇതിനൊക്കെ ഭഗവാൻ നമ്മളെ സാനുഗ്രഹിക്കണമേ എന്ന് കുട്ടികള് ഭഗവാനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിത് 2-3 ദിവസം ഒന്ന് ആവർത്തിച്ച് നമ്മളിത് പറയുമ്പോൾ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അന്ന് ഇത്രയേ ടീച്ചർ പഠിപ്പിക്കുന്നുള്ളൂ. ശരി, നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ബൈ. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ഫൈൻ. Okay, I am your Nisha teacher. Today we are going to learn GK. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? GK ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? GK എന്താണ് പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് ലെസൺ പഠിച്ചു അല്ലേ? ലെസൺ 1, നെയിം ദീസ് ബേർഡ്സ്. ഓക്കെ, നമ്മൾ ഈ ലെസണിൽ എന്താണ്? ലെസണിൽ നമ്മൾ കുറച്ച് പക്ഷികളെ കുറിച്ചാണ് പഠിക്കുന്നത്. This lesson we learn some birds. Okay, the first one is duck. D-U-C-K, duck. Then owl. O-W-L. The third one parrot. P-A-R-R-O-T. നമ്മൾ ഈ 3 പക്ഷികളെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. 3 പക്ഷികളെ കുറിച്ച്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്താലോ? ഡക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഔൾ, പാരറ്റ് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് എ വാട്ടർ ബേർഡ് വിത്ത് ബ്രോഡ് ബീക്ക് ആൻഡ് വെബ്ഡ് ഫീറ്റ്. വിച്ച് ബേർഡ് ഈസ് ദാറ്റ്? യെസ്, duck. You should write here duck. D-U-C-K. Okay. Next, it stays awake at night and hoots when
it makes a sound. Okay, which bird is that? S, owl. You should write here, owl, O-W-L. They are green in color with curved beaks. Some of them can even speak like humans. Okay, that is parrot. You should write here, parrot. P-A-R-R-O-T, parrot. Last class we learned duck, owl and parrot. Today we will learn two new birds. I will give you some clues from textbook. A black and white bird that cannot fly. ഈ ബേർഡിന് എന്താണ്? പറക്കാൻ കഴിയില്ല. അതിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇതിന് പറക്കാൻ കഴിയില്ല. തിങ്ക് വിച്ച് ബേർഡ് ഈസ് ദാറ്റ്? ഒരു ക്ലൂവും കൂടി ഉണ്ട്. ഇറ്റ് ലീവ്സ് അറൗണ്ട് ഐസി വാട്ടർ. ഐസി വാട്ടറിലാണ് ഇത് താമസിക്കുന്നത്. ഐസി വാട്ടറിലാണ് ഇത് താമസിക്കുന്നത്. ഐസി വാട്ടർ, ഉള്ള തണുത്ത വാട്ടർ ഉണ്ടല്ലോ, ഐസി ആയിട്ടുള്ള വാട്ടറിലാണ് ഇത് താമസിക്കുന്നത്, ഐസ് വാട്ടറിൽ. ആൻഡ് സ്വിംസ് വെൽ. ഇതിന് നന്നായിട്ട് സ്വിം ചെയ്യാൻ കഴിയും, നീന്താൻ കഴിയും. ഈ പക്ഷിക്ക് നന്നായിട്ട് നീന്താൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്. പിന്നെയോ അതിന് പറക്കാൻ കഴിയില്ല. ദിസ് ബേർഡ് കനോട്ട് ഫ്ലൈ. ഇറ്റ് ലീവ്സ് അറൗണ്ട് ഐസി വാട്ടർ. ഐസി വാട്ടർ ആൻഡ് സ്വിംസ് വെൽ. നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പഠിച്ച പക്ഷികളെയൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ പക്ഷിയാണെങ്കിലുണ്ടല്ലോ, ഈ ബേർഡിനെ നമുക്കിവിടെ കാണാൻ കഴിയില്ല, നമ്മുടെ രാജ്യത്തൊന്നും കാണാൻ കഴിയില്ല. ഇത് അന്റാർട്ടിക്ക, ഏറ്റവും തണുത്ത സ്ഥലമാണ് അന്റാർട്ടിക്ക. മഞ്ഞ് വീണുകൊണ്ടേയിരിക്കും, ഐസ് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സ്ഥലത്താണ് സാധാരണയായിട്ട് ഈ പെൻഗ്വിനെ കാണുന്നത്. ഐസി വാട്ടർ, എറൗണ്ട് ഐസി വാട്ടർ. ആൻഡ് സ്വിംസ് വെൽ. നീന്താനും പറ്റും. ഐസി വാട്ടറിൽ ജീവിക്കണമെങ്കിൽ നീന്താൻ അറിയണമല്ലോ. അപ്പോൾ നന്നായിട്ട് നീന്താനും പറ്റും. അങ്ങനെയുള്ള ബേർഡ് ഏതാണ്? നിങ്ങൾ പറയാതെ ഏത് ബേർഡാണ്? പിക്ചർ ഇവിടെ ഉണ്ടല്ലോ. ഏത് ബേർഡാണെന്ന് പറയൂ. യെസ്, പെൻഗ്വിൻ. പെൻഗ്വിൻ. PENGUIN. ഇവിടെ എഴുതണം. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുന്നുണ്ട്, ഈ വേർഡ്സുകളെല്ലാം എഴുതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പെല്ലിംഗ് പഠിച്ചിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം. PENGUIN, പെൻഗ്വിൻ. The next bird. This male bird has long and colorful feathers. അടുത്ത ബേർഡിന് ക്ലൂസ് ഇതാ വന്നല്ലോ. This male bird has long and colorful feathers. ഈ മെയിൽ ബേർഡ്സിലും നമ്മുടെ ഹ്യൂമൻസിലും ഒക്കെ മെയിലും ഫീമെയിലും ഉണ്ട്, പെണ്ണും ആണും ഉണ്ട്. മെയിൽ ബേർഡ് ഹാസ് ലോങ് ആൻഡ് കളർഫുൾ ഫെദേഴ്സ്. മെയിൽ ബേർഡിനാണ് കേട്ടോ, ആൺപക്ഷിക്കാണ്. ആൺപക്ഷിക്ക് ലോങ്, നീളത്തിലുള്ളതും നല്ല കളർഫുള്ളായതുമായ ചിറകുകളാണുള്ളത്. നല്ല നല്ല ഭംഗിയാണ്, അതിനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ മെയിൽ ബേർഡിന്. ദേ ഓപ്പൺ ലൈക്ക് എ ബിഗ് റൗണ്ട് ഫാൻ അറ്റ് ടൈംസ്. അതെന്താണ്? ഓപ്പൺ ലൈക്ക് എ ബിഗ് റൗണ്ട് ഫാൻ അറ്റ് ടൈംസ്. ഇതെന്ത് ചെയ്യുമെന്നറിയാവോ? ഇതിൻ്റെ ചിറകുകളുണ്ട്, നല്ല ഭംഗിയുള്ള ചിറകുകൾ. ഒരു ഫാൻ പോലെ ചിറകുകൾ വിടർത്തും ഈ പക്ഷി. ഒരു ഫാൻ മാതിരി ഇങ്ങനെ ചിറകുകൾ വിടർത്തുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതൊരു ഡാൻസിങ് ബേർഡാണ്. ഈ ചിറകുകൾ വിടർത്തിയിട്ട് ഇതെന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും. അതേത് പക്ഷിയാണ്? വൺ ക്ലൂ ഓൾസോ. ദിസ് ഈസ് അവർ നാഷണൽ ബേർഡ്. ദിസ് ഈസ് അവർ നാഷണൽ ബേർഡ്. എല്ലാവർക്കും അറിയാം ഏത് പക്ഷിയാണത്. യെസ്, പീകോക്ക്. പീകോക്ക്. അപ്പോൾ ഇങ്ങനെ സ്പെല്ലിംഗ് എഴുതും. PEACOCK. പീകോക്ക്.
ലെസൺ 1 നെയിം ദീസ് ബേർഡ്സ്. നമ്മൾ വേർഡ്സുകൾ എഴുതിയതാണ്, ഒന്നുകൂടി പറയാം. വെർബ് ഡെഫീറ്റ്, അവെക്, ഹൂട്ട്സ്, ബീക്ക്, ഹ്യൂമൻസ്, ഡക്ക്, പാരറ്റ്, ഔൾ. ഇതുവരെ നമ്മൾ എഴുതി, നോട്ട് ബുക്കിൽ എഴുതി. ടീച്ചർ 2 വേർഡ്സ് കൂടി എഴുതിയിട്ടുണ്ട്, 2 വേർഡ്സ് കൂടി ടീച്ചർ എഴുതിയിട്ടുണ്ട്. പെൻഗ്വിൻ, പീകോക്ക്. പെൻഗ്വിൻ PENGUIN, PEN, പെൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഏത് അക്ഷരങ്ങളും കൂടെ എഴുതേണ്ടത്? GUIN, പെൻഗ്വിൻ. നെക്സ്റ്റ് ഈസ് പീകോക്ക്, PEACOCK, പീകോക്ക്. ഓക്കെ, ഈ 2 വേർഡ്സ് കൂടെ എഴുതുക. നെക്സ്റ്റ് എക്സസൈസ്, നെയിം ദ ഫോളോയിങ്. നെയിം ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ നമ്പർ 1, നെയിം എ വാട്ടർ ബേർഡ് വിത്ത് എ ബ്രോഡ് ബീക്ക്. വിച്ച് ബേർഡ് ഈസ് ദാറ്റ്? വാട്ടർ ബേർഡാണ്, ബ്രോഡ് ബീക്കാണ് ഉള്ളത്. അതേത് ബേർഡാണ്? യെസ്, ഡക്ക്. നെയിം ദ ബേർഡ് വിച്ച് ഹാവ് ഗ്രീൻ കളർ ആൻഡ് curved beak. Parrot, PARROT, parrot. Name a bird that cannot sleep at night. Owl, OWL. Name a bird which cannot fly and lives in icy water. Yes, penguin, PENGUIN, penguin. Number 5, question number 5, name a bird with colorful feathers. Yes, peacock, PEACOCK. ഓക്കെ, നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ എഴുതി നന്നായിട്ട് പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഓക്കെ, ടീച്ചറെ ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ടീച്ചറിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ആ പോയം വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ പോയത്തിന്റെ ലാസ്റ്റ് ലൈൻസ് ആണ്. ഓക്കെ, ഇതോടെ അപ്പൊ നമ്മൾ ആ പോയം ഫിനിഷ് ആവും. നമ്മുടെ പോയത്തിന്റെ പേരെന്താണ്? ദ ക്ലവർ റാറ്റ്. ടീച്ചർ ഒന്നുകൂടെ വായിച്ചു തരാം. ഓക്കെ, നോക്കിയേ. ദിസ് ഈസ് എ ലിറ്റിൽ ബ്രൗൺ റാറ്റ്. Her name is Ratty. ആ ബ്രൗൺ റാറ്റിയുടെ പേരെന്താണ്? റാറ്റി. റാറ്റി എവിടെയാണുള്ളത്? റാറ്റി ഈസ് ഓൺ ദ മാറ്റ്. റാറ്റി മാറ്റിന്റെ പുറത്തുണ്ട്. He likes to eat cheese. ഓക്കെ, റാറ്റിക്ക് എന്താണ് ഇഷ്ടം? ചീസ് കഴിക്കാൻ. That is a fat black cat. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാറ്റ്, വണ്ണമുള്ള നല്ല തടിച്ച ബ്ലാക്ക് കാറ്റ് ആണ്, കറുത്ത പൂച്ചയാണ്. Her name is Blackie. അവരുടെ പൂച്ചയുടെ പേരെന്താണ്? ബ്ലാക്കി എന്നാണ്. Blackie look at Ratty. ബ്ലാക്കി എന്ത് ചെയ്തു? റാറ്റിയെ നോക്കി. She wants to eat him. റാറ്റിക്ക് എന്താ വേണ്ടേ? ബ്ലാക്കിക്ക് ആ റാറ്റിയെ കഴിക്കണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച പോയതാണ് അല്ലേ? റാറ്റി ജമ്പ് അപ്പ്. റാറ്റി എന്ത് ചെയ്തു? കാറ്റിയെ കണ്ടതും ബ്ലാക്കിയെ കണ്ടതും ചാടി, മുകളിലോട്ട് ചാടി. He is on the fan now. റാറ്റി എവിടെയാ ഉള്ളത്? ഫാനിന് പുറത്താണ്. Blackie jumps up too. അപ്പൊ റാറ്റിയുടെ പിന്നാലെ ആരും ചാടി? ബ്ലാക്കിയും ചാടി. എവിടെയാണ് ഇപ്പൊ രണ്ടുപേരും? She is also on the fan. ഫാനിന്റെ പുറത്താണ് റാറ്റിയും ബ്ലാക്കിയും. ഇനി അടുത്ത് നോക്കിയേ. റാറ്റി ഈസ് ക്ലവർ. റാറ്റി എന്ന് പറയുന്ന ആരാണ്? ഒരു ക്ലവർ ആയ പൂച്ചയാണ് അല്ലേ? He jumps down. റാറ്റി എന്ത് ചെയ്തു? താഴോട്ട് ചാടി. But Blackie cannot jump down so fast. ഓക്കെ, ബ്ലാക്കിക്ക് താഴെ ചാടാൻ പറ്റുമോ? ഇല്ല. റാറ്റി says bye to Blackie. റാറ്റി എന്ത് ചെയ്തു? ബൈ പറഞ്ഞു. ആരെടുത്ത്? ബ്ലാക്കിയുടെ അടുത്ത്. Blackie looks at Ratty. പാവം പൂച്ചയല്ലേ, എന്താ ചെയ്തേ? റാറ്റിയെ നോക്കിക്കൊണ്ടിരുന്നു. റാറ്റി runs out of the room. റാറ്റി എന്ത് ചെയ്തു? ഓടി റൂമിന്റെ പുറത്തേക്ക് ഓടി. Blackie is still on the fan. അയ്യോ, പാവം പൂച്ച എവിടെയാ നിന്നത്? ഫാനിന്റെ പുറത്തായി പോയല്ലേ, പാവ പൂച്ച. ഓക്കെ, നമുക്ക് ഇതിലെ വേർഡ്സ് നോക്കാം. RATTY, റാറ്റി.
I-S, is. C-L-E-V-E-R, clever. Ratty is clever. H-E, he. J-U-M-P-S, jumps. D-O-W-N, down. He jumps down. B-U-T, but. B-L-A-C-K-Y, Blackie. C-A-N-N-O-T, cannot. J-U-M-P, jump. D-O-W-N, down. S-O, so. F-A-S-T, fast. But Blackie cannot jump down so fast. Okay. Ratty, R-A-T-T-Y, ratty. S-A-Y-S, says. B-Y-E, buy. T-O, two. B-L-A-C-K-Y, Blackie. Ratty says bye to Blackie. Okay. Blackie, B-L-A-C-K-Y, Blackie. L-O-O-K-S, looks. A-T, at. R-A-T-T-Y, ratty. Blackie looks at ratty. R-A-T-T-Y, എന്താ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ratty. R-U-N-S, runs. O-U-T, out. O-F, off. T-H-E, the. R-O-O-M, room. Ratty runs out of the room. Right. Blackie, B-L-A-C-K-Y, Blackie. I-S, is. S-T-I-L-L, still. O-N, on. T-H-E, the. F-A-N, fan. Okay. അപ്പോൾ ഈ പോയ എല്ലാവർക്കും വായിക്കാൻ അറിയാലോ? ടീച്ചറിന് വായിച്ച് കേൾപ്പിച്ച് തരുമോ? ഓക്കെ, ടീച്ചർ നിങ്ങൾ എല്ലാവരും വായിക്കുന്ന നോക്കാത്തിരിക്കും. ഓക്കെ, ടീച്ചറിൻ്റെ എല്ലാ മക്കളും വായിച്ചു തരില്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച പോയത്തിന്റെ പേരെന്താണ്? ദ ക്ലവർ റാറ്റ്. ഓക്കെ, ബൈ ബൈ.